പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്ന് ആരാണ് തല്ലുന്നതെന്ന് വ്യക്തമല്ലായിരുന്നു. പക്ഷേ ഒരാൾ ഏന്തി വലിഞ്ഞ് തല്ലുന്നത് നമുക്ക് അതിൽ കാണാം. അതായത് പുറകിൽ നിൽക്കുന്ന ഒരാൾ കൈ എത്തിച്ചാണ് അയാളെ തല്ലുന്നത് എന്ന് കാണാം. അതും ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് തല്ലുന്നത്. ആരെ തല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ്, അല്ലാണ്ട് അബദ്ധത്തിൽ സംഭവിക്കുന്നൊന്നും അല്ല അത്. അപ്പോൾ കൃത്യമായൊരു ഗൂഢാലോചന അതിലുണ്ട്. ഒരു MP യെ തല്ലണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ച് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഇന്ന് ഷാഫി പറമ്പിൽ ആ ദൃശ്യം പുറത്തുവിടുമ്പോൾ അദ്ദേഹം പറയുന്ന അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് CI ആരാണ് എന്ന ചോദ്യം ഷാഫി തിരിച്ചു ചോദിക്കുകയാണ് മാധ്യമങ്ങളോട്. അതായത് മാധ്യമങ്ങൾ തന്നെ 2023 റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മാഫിയ ബന്ധം എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് മാഫിയ, അതുപോലെ മണൽ മാഫിയ എന്നിവരുമായിട്ടുള്ള ബന്ധം. മറ്റൊന്നൊരു ഒരു സ്ത്രീ പീഡന കേസിൽ അന്വേഷണം വൈകിപ്പിച്ചു, ബോധപൂർവം വൈകിപ്പിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം. അപ്പോൾ അന്ന് പിരിച്ചുവിടപ്പെടാതിരിക്കാൻ എന്തെങ്കിലും കാരണം കാണിക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചു. അപ്പോൾ നോട്ടീസ് അയച്ച സംഭവം ഉള്ളതാണ്. അതിനുശേഷം പോലീസിൽ നിന്നുള്ള സോഴ്സ് പറഞ്ഞ് ഇദ്ദേഹത്തെ ഉൾപ്പെടെ പിരിച്ചുവിട്ടുവെന്നാണ്. അപ്പോൾ കുറ്റക്കാരായ മാഫിയ ബന്ധമുള്ള കുറ്റവാളികളായ പോലീസുകാരെ സർവീസിൽ തുടരാൻ അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ CPMൻ്റെ വക്താക്കൾ നിരന്തരം പറയുകയാണെന്ന്. 200-ലേറെ പോലീസുകാരെ പിരിച്ചുവിട്ട സർക്കാരാണിത്. 200-ലേറെ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട സർക്കാരാണിത്. എന്തുകൊണ്ടാണ് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാത്തത്? അപ്പോൾ അതിന് മറുപടി ഇപ്പോൾ ലഭിക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ അയാൾ കാരണം കാണിച്ചു. ഏത് മാഫിയ ബന്ധത്തിനും ഈ കേസ് അന്വേഷണം വഹിച്ചതിനും കാരണം കാണിച്ചു, സർക്കാരിന് തൃപ്തിപ്പെട്ട് തിരിച്ചെടുത്തു എന്നുള്ളതാണ്. എങ്കിൽ ഈ സർക്കാർ പറയുന്ന ഈ കണക്ക് എന്താണ്? അതായത് ഈ കഴിഞ്ഞ 10 വർഷം കുറ്റവാളികളായ മാഫിയ ബന്ധമുള്ള എത്ര പോലീസുകാർ സർക്കാർ പിരിച്ചുവിട്ടിട്ടുണ്ട്? അവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. കാരണം ഈ പിരിച്ചുവിട്ടു എന്ന് പറയപ്പെട്ട ആളുകളൊക്കെ ചിലപ്പോൾ തിരിച്ചിപ്പോൾ സർവീസിലുണ്ടാവും. അപ്പോൾ അഭിലാഷ് ഡേവിഡ് എങ്ങനെയാണ്? അഭിലാഷ് ഡേവിഡ് കുറ്റക്കാരനാണ് തെളിഞ്ഞുകൊണ്ടാണ് നിങ്ങളെ പിരിച്ചുവിടാതിരിക്കാൻ കാരണം ചോദിച്ചത്. അപ്പോൾ പിരിച്ചുവിടാതിരിക്കാൻ എന്ത് കാരണമായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക? അതാണല്ലോ ഇതിൽ പോയിന്റ്. ഞാൻ മാഫിയ ബന്ധമില്ലാത്ത ആളാണ്, മാഫിയ ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞുകൊണ്ടാണ്. സാധാരണ ഒരു ഡിസ്മിസൽ നോട്ടീസാണ് ആക്ച്വലി ഈ പിരിച്ചുവിടപ്പെടാതിരിക്കാൻ കാരണമുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ അമൃത പോലീസിലാണെങ്കിൽ അമൃതയ്ക്ക് കുറ്റവാളികളായിട്ട് ബന്ധമുണ്ട്, അമൃത മാഫിയ ബന്ധമുള്ളൊരു പോലീസുകാരിയാണെങ്കിൽ അമൃത പിരിച്ചുവിടണമെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടാതിരിക്കാൻ എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, എന്ത് കാരണം പറയും? വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, കുട്ടികൾ പഠിക്കുകയാണ്, പിരിച്ചുവിടരുതെന്ന് പറയും. അല്ലാതെ എനിക്ക് മാഫിയ ബന്ധമില്ല എന്ന് തെളിയിച്ചിട്ട് കാര്യമില്ല. കാരണം അത് കണ്ടെത്തിയതുകൊണ്ടാണ് ഡിസ്മിസൽ നോട്ടീസ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് അഭിലാഷ് ഡേവിഡിനെ തിരിച്ചെടുത്തതെന്ന് സർക്കാർ വെളിപ്പെടുത്തണം. 1. 2, ഷാഫി ആരോപിക്കുന്ന മറ്റൊരു കാര്യം, ഇയാൾ പാർട്ടിയുടെ CPMൻ്റെ ഗുണ്ടയാണെന്നാണ് ഷാഫി ആരോപിക്കുന്നത്. ഇനി അങ്ങനെയാണോ? അയാൾ ഷാഫി ആരോപിക്കുന്ന അയാൾ പഴയ SFIക്കാരനാണ്. അപ്പോൾ ഈ പഴയ SFIക്കാരെയൊക്കെ പോലീസിൽ ക്രിമിനൽ ബന്ധമുള്ളവരാണെങ്കിലും പോലീസിൽ തുടരാൻ അനുവദിക്കുന്നുണ്ടോ സർക്കാർ? ഇതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിൽ പറയുന്നത് അങ്ങനെ ഒരു ലിസ്റ്റ് ലഭ്യമല്ല എന്നാണ്. പിരിച്ചുവിടപ്പെട്ട പോലീസുകാരുടെ ലിസ്റ്റ് ലഭ്യമല്ല. ഇന്ന് ഷാഫി പറമ്പിൽ കാണിച്ച ദൃശ്യങ്ങൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ നേരത്തെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഷാഫി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ കുറ്റവാളികളായ അല്ലെങ്കിൽ മാഫിയ ബന്ധമുള്ള പോലീസുകാർ വീണ്ടും സേനയിൽ തുടരുന്നുണ്ടോ? അഭിലാഷ് ഡേവിഡിൻ്റെ ഉദാഹരണം വെച്ചിട്ടാണ് ഷാഫി ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ആഭ്യന്തരമന്ത്രി മറുപടി പറയണം. മറ്റുള്ള കാര്യങ്ങൾ നിരന്തരം ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ഷാഫി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമല ഒരു വലിയ വിഷയമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമമാണ് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് ഷാഫിയുടെ ആരോപണം. അതിനൊരു MP യെ ആക്രമിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. സർക്കാർ അതിൽ അന്വേഷണം നടത്തണം കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ. കുറ്റക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഭിലാഷ് ഡേവിഡിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനല്ല, അദ്ദേഹം മുമ്പേ കുറ്റവാളിയാണ് എന്ന് സർക്കാർ കണ്ടെത്തിയതാണ്. എങ്കിൽ അത്തരം ആളുകൾ സർവീസിൽ തുടരാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് കാലത്ത് പലതരത്തിലുള്ള ഡൈവേർഷൻ ടാക്ടിക്സ് സർക്കാരും നടത്തും, പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തും. നമ്മൾ ഇനിയുള്ള 2 തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് മാസങ്ങളുടെ ഇടവേളകളിൽ. ഒന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തൊട്ടുടനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങൾ എന്താണോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ജനങ്ങൾ സർക്കാരിനെയും പ്രതിപക്ഷത്തെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രണ്ടുപേരുടെയും പെർഫോമൻസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷാഫിക്ക് അടി കൊണ്ടിട്ടില്ല, ഷാഫിയുടെ മൂക്ക് പൊട്ടിയ ആളെങ്ങനെ സംസാരിക്കുന്നു, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സർജറി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് താടി മീശം പഠിച്ചില്ല തുടങ്ങിയ ചോദ്യങ്ങളെ ചോദിക്കുന്നത് ഇത് ഏത് കാലഘട്ടത്തിലാണ്? അത് മുമ്പൊക്കെ നടക്കുമായിരുന്നു. 25 വർഷം മുമ്പൊക്കെയാണ് ഇത്തരം ചോദ്യങ്ങളിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് ഈ ഭരിക്കുന്നവരേക്കാൾ ബുദ്ധിയുള്ള ആളുകളാണ് ജനങ്ങൾ, ഭരിക്കുന്നവരേക്കാൾ ഇൻഫോംഡാണ് ജനങ്ങൾ, ഭരിക്കുന്നവരേക്കാൾ എല്ലാ കാര്യങ്ങളും ലൈവായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, സമയാസമയങ്ങളിൽ കൃത്യമായി അറിയുന്ന ആൾക്കാരാണ് വോട്ടർമാരായ ജനങ്ങൾ എന്ന് ഭരിക്കുന്നവർ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ നേതാക്കളും മനസ്സിലാക്കണം. കാരണം ഈ ഡൈവേർഷൻ ടാക്ടിക്സൊക്കെ പഴയ കാലത്താണ്, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാ ആളുകൾ പൂർണ്ണമായി ഇൻഫോംഡാണ്. ഷാഫിയെ പോലീസ് തല്ലിയോ ഇല്ലയോ എന്നുള്ളത് ആ ദൃശ്യങ്ങൾ കണ്ട ആളുകൾക്ക് മനസ്സിലാവുന്നതാണ്, എല്ലാവരും അത് കണ്ടതാണ്. അപ്പോൾ ഈ ഡൈവേർഷൻ ടാക്ടിക്സ് ചിലപ്പോൾ കുറച്ച് സമയത്തേക്കൊക്കെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ആളുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റിയെങ്കിൽ കുറേ കാലത്തേക്ക് നടക്കില്ല. കാരണം
ശബരിമലയിലെ കേസ് അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. സർക്കാരല്ലാതെ അന്വേഷിക്കുന്നത്, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിയുടെ മോണിറ്ററിങ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ ഡൈവേർഷൻ ടാക്സിൽ സർക്കാരിന് ഈ വിഷയം ശ്രദ്ധ തിരിക്കാൻ പറ്റുമെന്ന് കരുതാൻ കഴിയില്ല. അപ്പോൾ സൂക്ഷിച്ചും കണ്ടു കളിച്ചാൽ വലിയ ഡാമേജ് ഒഴിവാക്കാമെന്നേ പറയാനുള്ളൂ എല്ലാവരോടും.